എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പൈനാപ്പിൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് പകുതി നമുക്കായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2-3 ദിവസം വെച്ചിരുന്നതിന് കുറച്ച് കേടുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇന്ന് എന്തായാലും എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് മുറിച്ച് ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കാം. നല്ല മധുരമുള്ള പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ വൃത്തിയായിട്ട് തോലെല്ലാം ചെത്തി ജ്യൂസിൻ്റെ പീസ് കഷ്ണങ്ങളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് ഇത്രയും കഷ്ണങ്ങളാണ് കേട്ടോ കിട്ടിയത്. കേട് വന്നതെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജ്യൂസർ വെച്ചതിന് ശേഷം ആവശ്യമുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പകുതിയേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി പകുതി എൻ്റെ ഹസ്ബൻഡിന് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ജ്യൂസ് അടിച്ച് കൊടുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിന് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. നല്ല മധുരമുണ്ട്. എങ്കിൽ പോലും ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ജ്യൂസായിട്ട് കുടിക്കുന്നത് കൊണ്ട് കുറച്ച് മധുരവും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തണുത്ത വെള്ളവും 3 ഐസ് ക്യൂബും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം. 2 ഗ്ലാസ് വെച്ചിട്ടുണ്ടേ. അപ്പോൾ നല്ല മധുരമാണ് കേട്ടോ. നല്ല മധുരമുള്ള ജ്യൂസാണ്. നല്ല തണുത്ത ഐസ് ക്യൂബും എല്ലാം കൂടി ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ. അപ്പോൾ രാസവളം ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്.